آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ആമീൻ പറയും കുരിപ്പുകളെ. ആമീൻ. അസ്സലാമലൈക്കും. വഅലൈക്കുമുസ്സലാം. ഞാൻ ഇറങ്ങുക, പള്ളിക്ക് പോകാനായല്ല. എന്നാ വേറെ ഇറങ്ങിക്കോളി, അഫ്രാൻ കൊടുക്കാനായി. മക്കളൊന്നും തരുന്നില്ലല്ലോ. ഞാൻ നമ്മളെ അസർപ്പില്ലേ, ഓന്റെ വല്യമ്മാന്റെ മൂന്നാമത്തെ ആണ്ടേ ഒന്ന് നല്ല കിട്ടിയിട്ടുണ്ടല്ലോ കനത്തിലല്ലേ. എന്തായാലും നല്ല കനത്തില് തിന്നണ ആ ചെക്കൻ. ഓനെ ഗൾഫിൽ നിന്ന് ഈ നാണവും മാനവും കടയിൽ വാങ്ങാൻ കിട്ടൂല ഷാജാനെ. അത് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം. ഏത് ഉസ്താദാടോ നിങ്ങളോടൊക്കെ ഇങ്ങനെ കൈതിരുമ്മി നിൽക്കണത്? എത്ര നാണം കെട്ട സംസ്കാരമാണിത്. ഈ മാനുള്ളൊരുത്തന് ഇതൊക്കെ കണ്ട വേദനിക്കൂലേ? എല്ലാം കോമഡിയാക്കുകയാണോ വേണ്ടത്? നാളെ നിങ്ങളെയും കുടുംബത്തേക്ക് നടുറോട്ടിൽ ഇറക്കി നിർത്തി ആളുകൾ പരിഹസിക്കുന്ന ഒരവസ്ഥ വരില്ല എന്ന് ആര് കണ്ടു? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഏതായാലും തുടക്കത്തിൽ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഷാജഹാൻ്റെ ഒരു കോമഡി സ്കിറ്റാണ് നിങ്ങൾ കണ്ടത്. അതിൽ വളരെ നന്നായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ കയറി അവസാനം നമ്മുടെ ഉസ്താദുമാരെ നെഞ്ചത്തേക്ക് കയറുക എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഏർപ്പാടായി പോയി അദ്ദേഹം ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളെ അദബ് പഠിപ്പിച്ച, നമ്മളെ അലിഫ് പഠിപ്പിച്ച, നമ്മുടെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ച, നിസ്കരിക്കാൻ പഠിപ്പിച്ച, നോമ്പ് നോക്കാൻ പഠിപ്പിച്ച നമ്മുടെ ഉസ്താദുമാരെക്കുറിച്ച് ഇത്രയ്ക്ക് മോശമായ ഒരു വീഡിയോ ചെയ്യേണ്ടതായിരുന്നു എന്ന് തീർച്ചയായിട്ടും എനിക്ക് തോന്നി. അതുമാത്രമാണ് ഞാൻ ഇതിൽ ആദ്യം തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയുന്നത്. ഇതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്തൊക്കെയാണ് ഷാജഹാൻ ഈ വീഡിയോയിലൂടെ നമ്മോട് പറയാൻ ഉദ്ദേശിച്ചത് തുടക്കം നിങ്ങൾ ഏതായാലും കണ്ടു കാണും. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ആമീൻ പറയും കുരിപ്പുകളെ. ആമീൻ. എന്താണ് റബ്ബേ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഞാൻ ദോരനോണ്ട് പറയല്ല, നല്ല ഉസാറ് ദോരെ. എന്തായാലും ദോരണ്ടല്ലോ പഠിച്ച ഉറപ്പായിട്ട് സ്വീകരിക്കുക. അമ്മാരി ലെവല്ല ഞാൻ ദോരുന്നത്. ആയിക്കോട്ടെ. എന്നാ ഞാൻ ഇറങ്ങാണ്. ഓ ആയിക്കോട്ടെ, ഇറങ്ങിക്കോളി. പോട്ടെ. ഓ ആയിക്കോട്ടെ ഉസ്താദ്, പോയിക്കോളി. അസ്സലാമലൈക്കും. വഅലൈക്കുമുസ്സലാം. ഞാൻ ഇറങ്ങുക, പള്ളിക്ക് പോകാനായല്ല. എന്നാ വേറെ ഇറങ്ങിക്കോളി, അഫ്രാൻ കൊടുക്കാനായി. മക്കളൊന്നും തരുന്നില്ലല്ലോ. സാധാരണ ഞാൻ ദോക്കെ കഴിയുമ്പോ മറ്റേ മഹലെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടെ ബർക്കത്തിന് പൈസ എന്തെങ്കിലും കൊടുക്ക്. ഓ ഞാൻ മറന്ന്. ഞാൻ അതിന് വേണ്ടിട്ട് പറഞ്ഞല്ലോ. നല്ല കട്ടിയിലുണ്ടല്ലോ ബർക്കത്തിന്. ആയിക്കോട്ടെ. ഞാൻ സാധാരണ ഒന്നും വാങ്ങയല്ലേ തരുമ്പോളേ. എന്നാ ശരി. അല്ലോ പഠിച്ചോ, എല്ലാ ഹൈറും ബർക്കത്തും റാഹത്തും ഇസ്സത്തൊക്കെ തരട്ടെ. എന്നാ ശരിട്ടോ. ആയിക്കോട്ടെ. അല്ലോ. അപ്പോൾ ആക്ഷേപഹാസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിലൊന്നും നമുക്കൊരു കുഴപ്പവുമില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മതത്തിൻ്റെ അല്ലെങ്കിൽ അതേ ഒരു വിഭാഗത്തിനെ കുറിച്ച് തന്നെ വളരെ മോശകരമായ രീതിയിൽ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു റോങ് മെസ്സേജ് പാസ് ചെയ്യുന്നതായിപ്പോയി അദ്ദേഹത്തിൻ്റെ ഒരു സ്കിറ്റ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ റിയാക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് എനിക്ക് വിനീതമായിട്ട് ചോദിക്കാനുള്ളത്, കാരണം നമ്മൾ മദ്രസയിലൊക്കെ പോയി നമ്മൾ പഠിച്ചത് നമ്മൾ ഉസ്താദുമാരെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ ആദരിക്കാനും അവരാണ് നമുക്ക് ആദ്യാക്ഷരം നമുക്ക് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഖുർആൻ ഓതാനും അതുപോലെ തന്നെ നിസ്കരിക്കാനും എല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ ഇത്രയ്ക്ക് മോശമാണോ എന്ന് തീർച്ചയായിട്ടും എനിക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ട്. കാരണം അത്തരത്തിൽപ്പെട്ട ഉസ്താദുമാർ എവിടെയാണ് അദ്ദേഹം കണ്ടത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അദ്ദേഹത്തിൻ്റെ നാട്ടിലോ അത്തരത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അത് അദ്ദേഹമായിരുന്നു ആ വീഡിയോയിൽ വ്യക്തമാക്കേണ്ടിയിരുന്നത്. വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ അത്രയും ഇൽമു പഠിപ്പിക്കുന്ന നമ്മളെ മുഅല്ലിമീങ്ങളെ, നമ്മൾ ഉസ്താദുമാർ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി നമ്മുടെ വീട്ടിൽ വരികയും അവർ ദുആ ചെയ്യുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ സ്നേഹത്തോടു കൂടി നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഹദിയാണ്, അത് സദക്കയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അതും ഒരിക്കലും എവിടെയും നിർബന്ധമില്ല. ഒരു ഉസ്താദും ഒരു വീട്ടിൽ നിന്നും
പൈസ കിട്ടാതെ പിണങ്ങിപ്പോയ ഒരു ചരിത്രം ഞാനെവിടെയും കേട്ടിട്ടില്ല. വളരെ മോശമായി പോയി. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചിട്ട് വളരെ ദൂരവ്യാപകമായ രീതിയിൽ ഇതിനെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇത് പല ഉസ്താദുമാരും ഇതിനകത്ത് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഉസ്താദുമാർ പറയുന്നത് തീർച്ചയായിട്ടും അദബ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്നും തീർച്ചയായിട്ടും നമ്മുടെ മദ്രസയിൽ നിന്നും നമ്മൾ പഠിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്കത് പുറത്തുള്ളവരോട് കാണിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അത് പറ്റാത്ത കാലത്തോളം ഷാജഹാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെച്ച് എന്ന് പറയുമ്പോൾ വളരെ മോശമായി പോയി. ഒരു ഉസ്താദിനെ മാത്രമല്ല, ഒരു സമുദായത്തെ പോലും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വളരെ മോശകരമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിപ്പോയത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം ചിലപ്പോൾ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്ക് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ മറ്റുള്ള ആൾക്കാരിലേക്ക് ഇത്തരം സ്കിറ്റുകൾ കാണുന്ന സമയത്ത് അവർ വളരെ മോശകരമായ രീതിയിലാണ് അതിനെ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ വക്രീകരിച്ചിട്ട് എല്ലാ ഉസ്താദുമാരും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ള ഒരു ധ്വനി സമൂഹത്തിലേക്ക് പടച്ചുവിടാൻ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽപ്പെട്ട വൃത്തികെട്ട ഒരു വീഡിയോക്ക് കാരണമായി. തീർച്ചയായിട്ടും അതിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. ഇനി ഇതിലും മോശമായ രീതിയിലാണ് ഇതിൻ്റെ അവസാനം എന്നുള്ളതാണ്. നമുക്കതുകൂടി ഒന്ന് കാണാം. ഞാൻ നമ്മളെ അസർപ്പില്ലേ, ഓന്റെ വല്യമ്മാന്റെ 3ാമത്തെ ആണ്ടേ നല്ല കിട്ടിയിട്ടുണ്ടല്ലോ കനത്തിലല്ലേ? എന്തായാലും നല്ല കനത്തില് തിന്നണ ആ ചെക്കൻ. ഓനെ ഗൾഫിൽ നിന്ന് വന്നാണ് തന്നെ, വെറുതെ അല്ല കേട്ടോ, നല്ല കട്ടിയിലുണ്ട്. ഓന്റെ മുഖം കണ്ടാലോ നല്ല ഈമാനാണോ ഓന്റെ മുഖം. നമുക്കറിയല്ലോ നല്ല ചെക്കനാണ് തന്നെ. നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഞാൻ ഈ ആഴ്ച അല്ലേ ഈ മഹലില് ജോയിൻ ചെയ്ത്. മറ്റേ മഹലില് ഇത്ര കിട്ടൂല, അവിടെ കട്ടിങ്ങാനൊക്കെ കുറവാ. പിന്നെ ആ ചെക്കൻ ഉള്ളുന്നോണ്ട് എടുക്കണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യമായിട്ട് എന്തോണ്ട് നല്ല കട്ടിങ്ങാനുണ്ടാവും. എന്താ ഉസ്മാൻ ഇത്? നല്ലൊരു കിക്കുള്ള മണം. എന്താ ഉസ്താദ് എല്ലാരും ഉപയോഗിച്ചെടുക്കണോടത്ത് ഇതായിട്ട് എടുക്കുക. അത് ഞാൻ ആക്കിയല്ല, അതെനിക്കറിയില്ല. അതെന്താ സാധനം? അതാണ് ലഹരിയാണ് ഉസ്താദ്. ചൈനയില്ല, ഹാൻസ് സുന്നത്തല്ലേ വെക്കണേ? ഹാൻസ് ഒക്കെ ഇപ്പത്തെ ചെക്കന്മാര് വെക്കണ അത് സുന്നത്താണ്. എന്നായിക്കോട്ടെ, അസറാങ്ക് കൊടുക്കാൻ നേരായി. ആ കള്ള പണ്ടറങ്ങി പോലാച്ചി ചത്തു. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും എത്ര മോശകരമായ രീതിയിലാണ് ഒരു ഉസ്താദിനെ വക്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വളരെ മോശകരമായ രീതിയിൽ അദ്ദേഹം ഇതിനെ ചിത്രീകരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ മോശകരമായി പോയി. കാരണം നമ്മളൊരു ഹദിയ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന ഉസ്താദ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സറിഞ്ഞ് സ്നേഹത്തോടു കൂടി കൊടുക്കണം. അത്തരം കൊടുക്കൽ മാത്രമേ നമുക്ക് അതൊരു സന്തോഷവും അദ്ദേഹത്തിന് അതൊരു സന്തോഷവുമായി മാറുന്നുള്ളൂ. ഈ ഹദിയ എന്ന് പറയുന്ന ഒരു സാധനം ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല. റസൂലുള്ളാഹിൻ്റെ കാലം തൊട്ട് തന്നെ അതിന് ഇസ്ലാമിൽ വലിയ ഒരു സ്ഥാനമുണ്ട്. കാരണം റസൂലുള്ളാഹിയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഇൽമ് പ്രചരിപ്പിക്കാനും പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കാര്യമായ ജോലികളൊന്നും ആ സമയത്തുണ്ടായിരുന്നില്ല. ആ സമയത്തും അദ്ദേഹവും അതുപോലെ തന്നെ ഇത്തരം ഹദിയകൾ സ്വീകരിക്കുകയും അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചിരുന്നു. അതുകൊണ്ട് അതിലൊന്നും യാതൊരു തെറ്റുമില്ല. നമ്മുടെ മതം മാത്രമല്ല, മറ്റിതര മതസ്ഥങ്ങളിലും അതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വരുന്ന ആൾക്കാർക്കെല്ലാം ഒരു ഹദിയ കൊടുക്കുന്ന ഒരു പാരമ്പര്യം എല്ലാ മതത്തിലുമുണ്ട്. അത് നമ്മുടെ മതത്തിലുമുണ്ട്. തീർച്ചയായിട്ടും അതിനെയൊക്കെ എത്ര മോശകരമായ രീതിയിൽ മറ്റു ആൾക്കാർക്ക് കളിക്കാനും തട്ടിക്കളിക്കാനും വേണ്ടി ഇട്ടുകൊടുക്കുന്ന നമ്മുടെ ഷാജഹാനെ പോലുള്ള യൂട്യൂബർമാരോട് തീർച്ചയായിട്ടും വളരെ മോശമായി പോയി. തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങളത് ചിന്തിക്കുക പോലും ചെയ്യാതെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്തരം അബദ്ധം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. കാരണം നിങ്ങൾ ഇൽമ പഠിച്ച മനുഷ്യനാണ്, നിങ്ങൾ മദ്രസയിൽ പോയ മനുഷ്യനാണ്, നിങ്ങളൊരു മുസ്ലിമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിച്ച, നിങ്ങളെ മദ്രസയിൽ ഓതാൻ പഠിപ്പിച്ച ആ മുഅല്ലിമിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു സമുദായത്തെ മൊത്തം നിങ്ങൾ ആക്ഷേപിച്ച പോലെ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്തത്. തീർച്ചയായിട്ടും ഇത് കാണുന്ന ആൾക്കാർക്ക് 100ൽ ഒരു 10 ആൾക്കാർക്ക് വിപരീത അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതിനെ ഒരു സ്കിറ്റായിട്ടും കോമഡിയായിട്ടും കണ്ടാൽ പോരെ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു അന്തസത്ത, അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സാരാർത്ഥമുണ്ട്. അതിന് അദ്ദേഹം കണ്ടെത്തിയ ഒരു കണ്ടന്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. തീർച്ചയായിട്ടും അതിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. തീർച്ചയായിട്ടും അത് സമൂഹത്തിലേക്ക് പാസ് ചെയ്ത മെസ്സേജ് തീർച്ചയായിട്ടും അദ്ദേഹം ബോധപൂർവം ചെയ്തതാണ് എങ്കിൽ മോശമായി പോയി. അത് വളരെ വലിയ ഒരു ചെറ്റത്തരം തന്നെയാണ് ചെയ്തത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് ഞാനിത് റിയാക്ട് ചെയ്തത്. പിന്നെ നമ്മളെക്കാട്ടിലും കൂടുതലായി മതത്തിനെ കൊണ്ട് പഠിച്ച നമ്മുടെ റാസ ബ്ലോഗ്സിനെ വളരെ വൃത്തിയിൽ ഇതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഈ നാണവും മാനവും കടയിൽ വാങ്ങാൻ കിട്ടൂല ഷാജഹാനെ. അത് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം. ഏത് ഉസ്താദാടോ നിങ്ങളോടൊക്കെ ഇങ്ങനെ കൈതിരുമ്മി നിൽക്കണത്? എത്ര നാണം കെട്ട സംസ്കാരമാണിത്. ഈമാനുള്ളൊരുത്തനെ ഇതൊക്കെ കണ്ട വേദനിക്കൂലേ? എല്ലാം കോമഡിയാക്കുകയാണോ വേണ്ടത്?
നാളെ നിങ്ങളെയും കുടുംബത്തേക്ക് നടുറോട്ടിൽ ഇറക്കി നിർത്തി ആളുകൾ പരിഹസിക്കുന്ന ഒരവസ്ഥ വരില്ല എന്ന് ആര് കണ്ടു? അങ്ങനെ പരിഹസിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴും എല്ലാവരും നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിക്കുമോ? അല്ലേ? അങ്ങനെ ചിരിക്കാണോ വേണ്ടത്? അങ്ങനെ പരിഹസിക്കുന്ന ഒരു നാണം കെട്ട ഏർപ്പാട്, ഇത് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ഇത് പോട്ടെ, ഇസ്ലാം വിട്ട് ഒരു മനുഷ്യനായിട്ട് എന്ത് ബന്ധം? മനുഷ്യൻ്റെയൊക്കെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്നവരാണോ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ഈ കോമാളി കൂട്ടങ്ങൾ? ഒന്ന് ചിന്തിച്ചു, ഒന്ന് തലച്ചോറിലേക്ക് ഇത് കയറുന്നില്ലേ? നിങ്ങളുടെയൊക്കെ കാല് തിരുമാൻ വരുന്ന ഏത് പണ്ഡിതനാണ് സഹോദരൻ ഉള്ളത്? ഏത് പണ്ഡിതനാണുള്ളത്? ഈ യുക്തിവാദവും പുത്തൻവാദവും ഒക്കെ തലക്ക് പിടിച്ചു കഴിയുമ്പോഴേ ഒന്നുമല്ലാതിരുന്ന നമ്മളെയൊക്കെ അലിഫ് മുതൽ പഠിപ്പിച്ചു തന്ന ആ പാവപ്പെട്ട ഉസ്താദന്മാരുടെ നെഞ്ചത്തോട്ട് കയറുന്ന ഒരു നാണം കെട്ട ഇടപാടുണ്ട്. എത്ര നാൾ കയറും അത്? ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അതിനേക്കാൾ വലിയ അക്രമം ഏതാ ചങ്ങാതി? ആ മനുഷ്യന്മാരില്ലാതിരുന്നുവെങ്കിൽ നമുക്ക് അലിഫ് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, നിസ്കാരം പഠിക്കാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നോ? എന്തോ ഓപ്ഷൻ ഉണ്ടായിരുന്നത്? ഈ കാണുന്ന ഇത്രയും വലിയ 10,000-കണക്കിന് മദ്രസ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീയൊക്കെ ഈ പരിഹസിക്കുന്ന ആലിമീങ്ങളിലൂടെ ഇൽമു പഠിക്കാനുള്ള അവസരം ഉണ്ടായത്. ഇന്ന് നിസ്കരിക്കാൻ, ഒരു സലാം പറയാൻ, ബാപ്പാനും ഉമ്മാനും തിരിച്ചറിയാൻ, ഭാര്യയോടുള്ള കടമകൾ അറിയാൻ, ഒരു മുസ്ലിമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചത് ചെറുപ്പം മുതൽ ഈ ഉസ്താദന്മാരുണ്ടായതുകൊണ്ടാണ്. അങ്ങനെ ഇല്ലാത്ത ഇതര സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. ഈ മദ്രസ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഉത്തരേന്ത്യകളിലേക്ക്, കൃത്യമായി നടക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു ചെന്ന് നോക്കണം മോനെ. അള്ളാന്ന് പോലും പറയാനറിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സൗകര്യങ്ങളൊക്കെ തന്നു ഈ ആലിമീങ്ങളിലൂടെ. എന്നിട്ട് ഇതൊക്കെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ അവരൊക്കെ വിലയില്ലാത്തവരാവുക, അല്ലേ? എത്രമേൽ നാണം കെട്ട ഇടപാടാണത്. നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷമുണ്ടായാൽ ആലിമീങ്ങളായ ആളുകളെ, അറിവുള്ള ആളുകളെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുക. ആ ദുആഇന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരം കിട്ടും. കാരണം ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകളാണല്ലോ. ആ നിലയ്ക്ക് നമ്മൾ അവരെ പ്രത്യേകം വിളിച്ചൊന്ന് ദുആ ചെയ്യിപ്പിക്കാറുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ പാരമ്പര്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, അതിലെ ഉന്നതർ, ഇവരെയൊക്കെ വിളിച്ച് വീടുകളിൽ പ്രാർത്ഥന നടത്തിയിരുന്നു സ്വഹാബത്ത്. അതങ്ങനെ അക്കാലം മുതൽ ഇതുവരെ തുടർന്നു പോരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാത്ത കുറച്ച് ബിദ്അത്തുകാരായ ആളുകൾ, ആ ബിദ്അത്ത് തലയിലേക്ക് കയറിയാൽ പിന്നെ ആലിമീങ്ങളൊന്നുമല്ലാതാകും. തന്നെയാണ് ഞാൻ പറഞ്ഞത്. അച്ചടക്കവും അതുപോലെ തന്നെ അതുമെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വേണം പുറത്തേക്ക് വരാൻ. അല്ലാതെ നമുക്കൊരിക്കലും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഉസ്താദ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിൽ കൂടുതലൊന്നും എനിക്കും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഷാജാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം ഒരു തെറ്റ് ബോധപൂർവമാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു തെറ്റ് തന്നെയാണ്. ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹമാണ് അതിൽ പ്രതികരിക്കേണ്ടത്. ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളെല്ലാം നമ്മുടെ സമൂഹത്തിലേക്ക് പടച്ചുവിടുന്ന സമയത്ത് നമ്മൾ മുൻകൂട്ടി 1, 2, 3 പ്രാവശ്യമെങ്കിൽ നമ്മൾ ചിന്തിക്കണം. കാരണം ദൂരവ്യാപകമായ രീതിയിൽ ഇതിനെ എടുത്തിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ നല്ല രീതിയിലും മറ്റു ആൾക്കാർ അതിനെ മോശകരമായ രീതിയിലും ഇട്ട് റിയാക്ട് ചെയ്യും. അത്തരത്തിൽപ്പെട്ട ഒരു സമുദായത്തെ, നമ്മുടെ ഒരു മുഅല്ലിമിനെ അല്ലെങ്കിൽ ഉസ്താദിനെ, നമ്മുടെ ഗുരുനാഥന്മാരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് അത് പോകും. അത് മനസ്സിലാക്കി ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു എളിയ അഭിപ്രായം മാത്രമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.